കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രമാണ്. ഇതിലേക്ക് ബട്ടർ തടവി കൊടുക്കുക. ഒരു ഇച്ചിരി മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടി കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ച് അത് മാറ്റി വെക്കുക. ഇനി പാല് ചൂടാക്കാൻ വെക്കാം. സൈഡിൽ നിന്ന് തിള വരുമ്പോൾ പാൽ ഓഫാക്കണം. ഇനി നമുക്ക് മൈദക്കൂട്ടും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും കൂടി അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ കൂട്ട് നന്നായി മിക്സാക്കുക. നാലും കൂടി നന്നായി മിക്സാകണം. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 4 മുട്ടയെടുത്ത് ഒരു പിഞ്ച് സാൾട്ടും 1 സ്പൂൺ വാനില എസൻസും കൂടി നന്നായി ബീറ്റ് ചെയ്യുക. ഇത് നല്ല സ്പോഞ്ചുള്ള ചോക്ലേറ്റ് കേക്കാണ്. അറിയാത്തവർ എന്ത് വന്നാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ എന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നല്ല തിക്കായി വരുന്നുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചത് കുറേശ്ശെയായി വേറി കൊടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാരയുടെ അളവാണ് എടുക്കേണ്ടത്. അതിനുശേഷമാണ് പൊടിക്കേണ്ടത്. ഈ മുട്ടക്കൂട്ട് നല്ല കേക്കിൻ്റെ പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഹാൻഡ് മിക്സർ നമുക്ക് ഓഫ് ചെയ്യാം. എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ചുറ്റിച്ചൊഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിൽ. ഇനി ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല. കൊക്കോ പൗഡറും മൈദക്കൂട്ടും കൂട്ടി അരിച്ചു വെച്ചത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുറ്റിച്ച് ഇളക്കി കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുത്താൽ കേക്ക് താഴ്ന്നു പോകും. നേരത്തെ ചൂടാക്കി വെച്ച പാലിൽ 1/4 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്ത് മിക്സാക്കി വെക്കുക. അത് ഈ കേക്ക് കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. 2-3 തവണ തട്ടിക്കൊടുക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കേക്ക് പാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലൊരു മൂടി വെച്ച് കൊടുത്ത് നല്ല കനമുള്ള കല്ലുകൂടി വെച്ച് കൊടുക്കുക. ഒരു 50 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. നമ്മുടെ കേക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. പാത്രത്തിൽ നിന്ന് വേഗം തന്നെ മാറ്റണം. ഇനി ഈ ബട്ടർ പേപ്പർ അതിൽ നിന്ന് അടർത്തി മാറ്റാം.